Good evening, students. കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് ക്ലാസ് ആയിരുന്നു അക്കാഡമിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലൈവ് ക്ലാസ്സിൽ നമ്മൾ സെല്ലിനെ കുറിച്ചാണ് പഠിച്ചത്. സെൽസ് ആർ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഇലക്ട്രിസിറ്റിയെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സംവിധാനങ്ങളാണ് സെല്ലെന്ന് വിളിച്ച്. സെല്ല് രണ്ട് തരമുണ്ട്, പ്രൈമറി സെൽ ആൻഡ് സെക്കൻഡറി സെൽ. അതിൽ പ്രൈമറി സെല്ലിലെ ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല് തുടങ്ങിയ ആൾക്കാരെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡറി സെല്ലിൽ നമ്മൾ ലെഡ് സ്റ്റോറേജ് സെല്ലാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ആ ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് ലെഡ് സ്റ്റോറേജ് സെല്ലായിരുന്നു. പിന്നെ മൊബൈൽ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന നിക്കൽ കാഡ്മിയം സെല്ലിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ തുടക്കത്തിൽ. അല്ലാതെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിലേക്ക് പോയില്ല, അതിൻ്റെ ആവശ്യമില്ല. ലെഡ് സ്റ്റോറേജ് സെൽ വരെ മതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് കൊറോഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റി, അതുപോലെ ഫ്യുവൽ സെൽ എന്ന ഒരു സെല്ലിനെ പറ്റിയാണ്. ഫ്യുവൽ സെൽ ആൻഡ് കൊറോഷൻ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലാദ്യം നമുക്ക് ഫ്യുവൽ സെൽ എന്താണെന്ന് നോക്കാം. ഫ്യുവൽ സെൽ ഓക്കെ. സെൽ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസാണ്. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് സെൽ. ഓക്കെ, അപ്പോൾ സെല്ലിൻ്റെ ഉദ്ദേശം തന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഫ്യുവൽ സെൽ എന്ന വേർഡ് കേൾക്കുമ്പോഴേ അറിയാം, ഫ്യുവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ ഫ്യുവൽ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ LPG, ഹൈഡ്രജൻ പോലുള്ള ഗ്യാസുകളെ നമ്മൾ ഫ്യുവൽ എന്ന് വിളിക്കും. അപ്പോൾ ഫ്യുവലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫ്യുവൽ കെമിക്കലാണ്. അപ്പോൾ കെമിക്കൽസിൻ്റെ ഉള്ളിൽ കെമിക്കൽ എനർജിയാണ്. അപ്പോൾ നമുക്ക് ഫ്യുവൽ സെല്ലിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? സെല്ല് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തെയാണ് സെല്ലെന്ന് വിളിക്കുന്നത്. ഫ്യുവൽ സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യുവൽ ഉപയോഗിച്ചാണ് സെല്ല് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഫ്യുവൽ സെൽ ആർ ദ ഡിവൈസ് വിച്ച് കൺവേർട്ട് ദ കെമിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഫ്യുവൽ ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഒരു ഫ്യുവലിൽ സ്റ്റോർ ചെയ്തേക്കുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന സംവിധാനങ്ങളെ വിളിക്കുന്ന പേരാണ് ഫ്യുവൽ സെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പലതരം ഫ്യുവൽ സെല്ലുകളുണ്ട്. നമ്മൾ ഫ്യുവൽ ഓടിച്ച് കറണ്ട് ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനറേറ്ററിലും ഡീസലും പെട്രോളും മണ്ണെണ്ണയൊക്കെ യൂസ് ചെയ്ത് കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ്റെ ഒരു ഫ്യുവൽ സെല്ലാണ്. ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിറക് ഉപയോഗിച്ച് തീ കത്തിച്ച് ആഹാരം പാചകം ചെയ്യാണ്. അപ്പോൾ ആഹാരം പാചകം ചെയ്യണമെങ്കിൽ വിറക് കത്തിക്കണം. കത്തിക്കുക എന്ന് പറഞ്ഞാൽ വിറക് കത്തിച്ചാലേ അതിൽ നിന്ന് എനർജി ജനറേറ്റ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചാണ് നമ്മൾ ആഹാരം പാചകം ചെയ്യുന്നത്. അപ്പോൾ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക എന്നാണ് ഉദ്ദേശം. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഫ്യുവൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താലേ അതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും? എനർജി എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന സെല്ലിൻ്റെ പേര് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ എന്നാണ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലാണ് പഠിക്കാൻ. പേര് പോലെ തന്നെ ഫ്യുവൽ ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ഓക്സിജൻ അതിൻ്റെ എനർജി ബേണിങ്ങിന് വേണ്ടി, റിയാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമായിരിക്കും ഓക്സിജൻ. ഓക്കെ, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റാണ് ഈ വരയ്ക്കാൻ. ആ സെല്ലിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചർ പോലെ ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇടതുവശത്ത് വരച്ചേക്കുന്നത് എന്തായാലും ആനോഡായിരിക്കും, വലതുവശത്തേക്ക് കാഥോഡായിരിക്കും. ഓക്കെ, ശരി. ഇനി ശ്രദ്ധിച്ചോണം, ഇത് രണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീൻ ഒരു സോഴ്സ് ഉണ്ട്. ഇവിടെ ഈ ഷെയ്ഡഡ് റീജിയനിൽ ഇലക്ട്രോലൈറ്റാണ് എടുത്തേക്കുന്നത്. ഇലക്ട്രോലൈറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. KOH ആണ് ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്, KOH. ഓക്കെ, ഇനി ഒരു ചെറിയ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഈ ഗ്യാപ്പിൽ കൂടി, ഈ പൈപ്പിൽ കൂടി ഇതിൽ ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്യും. ഹൈഡ്രജൻ ഗ്യാസ് ഇതിൽ കൂടി നമ്മൾ ഓക്സിജൻ ഗ്യാസിനെ സപ്ലൈ ചെയ്യും. ഓക്കെ, കണ്ടോ? ഒരു ഫ്യുവൽ സെല്ലിൻ്റെ ഒരു സെല്ല് വരയ്ക്കുമ്പോൾ, ഒരു സെല്ല് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, സെല്ല് രണ്ട് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ആനോഡും ഉണ്ട്, കാഥോഡും ഉണ്ട്. രണ്ട് ബീക്കറാണ് നമ്മളൊന്ന് വരച്ചത് ആദ്യം. ഗാൽവാനിക് സെല്ല് ഡിസ്കസ് ചെയ്തപ്പോൾ ആനോഡും കാഥോഡും. അപ്പോൾ ഇവിടെ നമ്മളൊരു സെല്ല് ഡിസ്കസ് ചെയ്യാൻ പോകണം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെല്ലിൻ്റെ പേര് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലാണ്. ഫ്യുവൽ സെൽ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ദ കെമിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഫ്യുവൽ ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഈ ഫ്യുവൽ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യുവൽ ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന ഫ്യുവലിൽ നിന്നും ഇലക്ട്രിസിറ്റി എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫ്യുവൽ സെല്ലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി സെല്ലിൻ്റെ ആനോഡും കാഥോഡും കമ്പാർട്ട്മെൻറ്റ് നമ്മൾ വരച്ചു.
In between the anode and cathode, there is an electrolyte KOH. Electrolyte is present. ആനോഡിലേക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ കാഥോഡിലേക്ക് ഓക്സിജൻ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ റിയാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് ആ റിയാക്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്താ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ആനോഡിലെ റിയാക്ഷനാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുകളിലോട്ടൊന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, റിയാക്ഷൻ മുകളിൽ എഴുതാം. അറ്റ് ആനോഡിലെ റിയാക്ഷനാണ്. ആനോഡിലെ റിയാക്ഷൻ 2H2 plus 4OH minus gives. അപ്പം ചില ആൾക്കാർക്ക് സംശയം വരും, സാറേ 2H2 എവിടുന്ന് വന്നു? 2H2 എവിടുന്ന് വന്നേ? ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ബബിൾഡ് ടുവേർഡ്സ് ദി ആനോഡ്. ആനോഡിലേക്ക് ഹൈഡ്രജൻ ഗ്യാസിൻ്റെ വെളിയിൽ നിന്ന് ബബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആനോഡിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടെന്ന് അർത്ഥം. അതിൽ 2 മോളിക്യൂൾ ഹൈഡ്രജൻ ഗ്യാസ്. ഇനി OH മൈനസ് എവിടുന്ന് വന്നു? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് KOH ആണ്. ആ KOH ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ K പ്ലസും OH മൈനസും കിട്ടും. അപ്പോൾ 1 മോൾ ഓഫ് KOH ഡിസോസിയേറ്റ് ചെയ്താൽ 1 മോൾ ഓഫ് OH മൈനസ് കിട്ടും. അപ്പോൾ ഒരു 4 മോൾ ഓഫ് KOH ഡിസോസിയേറ്റ് ചെയ്താൽ ഒരു 4 മോൾ ഓഫ് OH മൈനസ് കിട്ടും. അപ്പോൾ രണ്ടുപേരും ക്ലിയർ ആയോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ 2 × 2 4H ആണ്. പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു H പ്ലസും ഒരു OH മൈനസും കൂടെ ചേർന്നാൽ ഒരു H2 കിട്ടും. ഇവിടെ 2 × 2 4H ഉണ്ട്, 4OH ഉണ്ട്. അപ്പോൾ കിട്ടുന്നത് 4H2 ആയി. ഈ ശ്രദ്ധിക്കാനുള്ള കാര്യം, H പ്ലസ് ആണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ H ആയിരിക്കും. H എങ്ങനെ H പ്ലസ് ആയിട്ട് മാറുന്നത്? H പ്ലസ് ആയിട്ട് മാറണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യണം. നമ്മുടെ 4H, അപ്പോൾ 4H പ്ലസ് ആയിട്ട് മാറണമെങ്കിൽ 4 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യണം. ആ 4H പ്ലസും ഈ 4 OH മൈനസോട് ചേർന്നാണ് 4 വാട്ടറായിട്ട് മാറും. അപ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന ആൻസർ നോക്കണം. റൈറ്റ് സൈഡിൽ 4H2O പ്ലസ് 4 ഇലക്ട്രോൺ എന്ന് വരും. അപ്പോൾ റിയാക്ഷൻ ഒന്നും എങ്ങനെ വന്നതെന്ന് നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ആ റിയാക്ഷൻ കാണാൻ പഠിച്ചാൽ മതി. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 2H2 പ്ലസ് 4OH മൈനസ് ഈസ് 4H2O പ്ലസ് 4 ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കും. ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലമാണ് ആനോഡ്. അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഓർമ്മയുണ്ടോ? LOAN ലോണൊക്കെ പഠിപ്പിച്ചായിരുന്നു. ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾ ആനോഡായിരിക്കും. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ. ആനോഡ് ഓക്സിഡേഷൻ ഈസ് എ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ക്ലിയർ ആയി. ഇനി കാഥോഡിൽ റിയാക്ഷൻ പറയാൻ പോകാം. അറ്റ് കാഥോഡ് ഓക്കെ, O2 പ്ലസ് 2H2O പ്ലസ് 4 ഇലക്ട്രോൺ gives 4OH മൈനസ്. അപ്പോൾ ഇതിലെ ആൾക്കാർ എവിടെ നിന്ന് ഒന്നൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. O2 ഓക്സിജൻ ഗ്യാസ് കാഥോഡിലേക്ക് വെളിയിൽ നിന്ന് ബബിൾ ചെയ്ത് അകത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ ഗ്യാസ് കാഥോഡിലുണ്ട്. 2H2O ഇവിടെ 4H2O ഉണ്ടായി, അതിൽ നിന്ന് 2H2O ഇങ്ങോട്ട് വന്നു. ഇവിടെ ആനോഡിൽ റിലീസ് ചെയ്ത 4 ഇലക്ട്രോൺ ആണ് കാഥോഡിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും ക്ലിയർ ആയി. അപ്പോൾ ഞാനിതിൻ്റെ ഇവിടെ ഒന്ന് റൈസ് ചെയ്യാണ്. ഹെഡിങ് നമുക്ക് ഈ സൈഡിൽ എഴുതിയേക്കാം. H2O2 ഫ്യൂവൽ സെൽ. ഞാനിതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പോകണം. ഓവറോൾ റിയാക്ഷൻ ലെഫ്റ്റ് സൈഡ് എല്ലാം ഒരേപോലെ, റൈറ്റ് സൈഡ് എല്ലാം ഒരേപോലെ. അപ്പോൾ 2H2 പ്ലസ് 4OH മൈനസ് പ്ലസ് O2 പ്ലസ് 2H2O പ്ലസ് 4 ഇലക്ട്രോൺ. അപ്പോൾ ഇത്രയും ലെഫ്റ്റ് സൈഡ് തീർന്നു. ഗീവ്സ് ഇനി റൈറ്റ് സൈഡ് 4H2O പ്ലസ് 4 ഇലക്ട്രോൺ പ്ലസ് 4OH മൈനസ്. ക്യാൻസൽ ചെയ്യാനുള്ള ആൾക്കാരെ ക്യാൻസൽ ചെയ്യണം. 4 ഇലക്ട്രോണും ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, 4OH മൈനസും 4OH മൈനസും ക്യാൻസൽ ആയിപ്പോയി. 2H2Oയും 4H2Oയിൽ 2H2ഉം ക്യാൻസൽ ആയിപ്പോയി, ബാക്കി 2 ഉണ്ട്. അപ്പോൾ ഇനി ബാലൻസ് വരുന്ന ആൾക്കാരെ നമുക്ക് നിങ്ങളോട് എടുത്തെഴുതാം. 2H2 പ്ലസ് O2 gives 2H2O. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ്റെ പെക്യുലാരിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഫ്യൂവൽ സെല്ലിൽ ഓവറോൾ റിയാക്ഷൻ എഴുതിയപ്പോൾ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടറാണ് വന്നേക്കുന്നത്. പക്ഷേ ഈ റിയാക്ഷൻ നടന്നപ്പോൾ ആനോഡിൽ 4 ഇലക്ട്രോൺ റിലീസ് ചെയ്തു, അത് കാഥോഡിലേക്ക് ഫ്ലോ ചെയ്തു. കാഥോഡിൽ ആ 4 ഇലക്ട്രോണിനെ യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിനെ ഉണ്ടാക്കി, ഇവിടെ ഇലക്ട്രോണിനെ ഉപയോഗിച്ചു. അപ്പം ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് ഉപയോഗിച്ച സ്ഥലത്തേക്ക് ഇലക്ട്രോൺ ഒഴുകിയപ്പോൾ നമുക്ക് കറണ്ട് കിട്ടി.
അപ്പോൾ ഈ പഠിപ്പിച്ച റിയാക്ഷൻസ് ഒരു സെല്ലിൽ നടക്കുമ്പോൾ നമുക്ക് കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കറണ്ട് കിട്ടുന്ന റിയാക്ഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആരാണ്? വാട്ടറാണ്. അതായത് പുകയൊന്നുമില്ല, വാട്ടർ വേപ്പർ. ആ വാട്ടർ വേപ്പർ ഇതിലെ മേളിൽ പോയിക്കോളും. ഓക്കെ, അപ്പോൾ എന്താ മനസ്സിലായി ഫ്യൂവൽ സെല്ലിനെ കുറിച്ച്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്തോ അഡ്വാൻറ്റേജ്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന വാട്ടറാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ വീട്ടിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ഉണ്ടെങ്കിൽ ആ ഫ്യൂവൽ സെൽ രാവിലെ മുതൽ ഹൈഡ്രജനെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ വീട്ടിലെ കറണ്ട്, നിങ്ങളുടെ വീട്ടിലെ ഫങ്ഷൻസ് എല്ലാം നടക്കുന്നുണ്ട്. മിക്സി, മോട്ടർ, ഫാൻ, ഗ്രൈൻഡർ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആ സെല്ലിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് വാട്ടർ വേപ്പറാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് വെള്ളമാക്കി മാറ്റി ആ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുടിക്കാം, കുളിക്കാം, തുണി കഴുകാം, അപ്പോൾ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഇല്ല. ദാറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി ആണ്. പൊല്യൂഷൻ ഫ്രീ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് ക്ലിയർ ആയോ? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൻ്റെ ഫസ്റ്റ് ടോപ്പിക്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്പർ 1, ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്, അതായത് പൊല്യൂഷൻ ഫ്രീ ആണ്. രണ്ടാമത്തെ കാര്യം, ഹൈഡ്രജൻ ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം മൊത്തം എടുത്താൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻറ്റ് ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ സോഴ്സിന് കുറവൊന്നുമില്ല, ഇഷ്ടംപോലെ എമൗണ്ട് ഓഫ് ഹൈഡ്രജനുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്ലെൻറ്റി ഹൈഡ്രജൻ്റെ സോഴ്സ് വളരെ കൂടുതലാണ്, അവിടൊന്നുമില്ലല്ലോ. 3, എഫിഷ്യൻസി വളരെ കൂടുതലാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് എഫിഷ്യൻസി? നമ്മൾ കൊടുക്കുന്ന അത്രയും സാധനം നമുക്ക് ഔട്ട്പുട്ടായിട്ട് വെളിയിൽ കിട്ടിയാൽ അത് എഫിഷ്യൻ്റ് ആണെന്ന് പറയും. എങ്ങനെ? നമ്മൾ ഇലക്ട്രിസിറ്റി നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇട്ടാൽ ബൾബ് കത്തും. ബൾബ് കത്തുമ്പോൾ നമുക്ക് ലൈറ്റ് കിട്ടും. പക്ഷേ അതിനോടൊപ്പം തന്നെ ബൾബ് അങ്ങ് ചൂടാവും. അപ്പോൾ ചൂടാകുമ്പോൾ കുറച്ച് എനർജി ഹീറ്റ് എനർജി ആയിട്ടും മാറിപ്പോകുന്നുണ്ട്. ആ എനർജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ബൾബിനേക്കാൾ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ CFL കൊണ്ടുവന്നു. CFLനേക്കാൾ ഇപ്പോൾ എഫിഷ്യൻ്റ് LED ആണെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും LED മാറിയിരിക്കണം. ഇനി നാളെ ഒരു സമയത്ത് വേറെ എന്തെങ്കിലും ലൈറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇതിനേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ലൈറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് അത്രയും റിസൾട്ട്, അത്രയും ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ എഫിഷ്യൻ്റ് ആണെന്ന് പറയും. ഓക്കെ, നമ്മൾ പഠിക്കുന്ന കുട്ടികളോടും പറയാറില്ലേ, നിങ്ങൾ എഫിഷ്യൻസി കാണിക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ക്യാഷൊക്കെ ചിലവാക്കി വളരെ റിസ്ക് എടുത്താണ് അവർ പഠിപ്പിക്കുന്നത് പല വീടുകളിലും. അപ്പോൾ അവർ പഠിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങളൊരു നല്ല ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ലെവലിലേക്ക് എത്തിയാൽ ആ കഴിഞ്ഞ കാലത്ത്, ആ പഠനകാലത്ത് അവർ ചെയ്ത എഫേർട്ടുകളെല്ലാം എന്താണ് പ്രയോജനമുള്ളതാണ്. അപ്പോൾ പറയും നിങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് തന്ന ഇൻപുട്ടിനനുസരിച്ച് നിങ്ങൾ നല്ലൊരു ഔട്ട്പുട്ട് കൊടുത്തു, ആണ് എഫിഷ്യൻറ്റ്. എല്ലാ പിള്ളേരും നല്ലതുപോലെ 100% എഫിഷ്യൻ്റ് ആവത്തില്ല. കുറച്ച് ആൾക്കാർക്ക് എഫിഷ്യൻസി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ സെല്ലുകളിലും അതുപോലെ കുറേ സെല്ലുകൾക്ക് എഫിഷ്യൻസി കുറവാണ്, പക്ഷേ അവരെക്കാൾ എഫിഷ്യൻസി കൂടുതലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. എന്തായിരുന്നു ഫ്യൂവൽ സെൽ? ഒരു ഫ്യൂവലിൽ സ്റ്റോർ ചെയ്തേക്കുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽസ് ആർ ദി ഡിവൈസസ് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഫ്യൂവൽ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. നമ്മുടെ എക്സാമ്പിൾ ഇലുസ്ട്രേഷന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന എക്സാമ്പിൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. ഓക്കെ, ദിസ് ഫ്യൂവൽ സെൽ, ഈ ഫ്യൂവൽ സെല്ലിനകത്ത് നമ്മളൊരു ആനോഡും കാഥോഡും കൺസിഡർ ചെയ്യുന്നു. ആനോഡിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ ബബിൾ ചെയ്യുന്നു, കാഥോഡിലേക്ക് ഓക്സിജൻ ഗ്യാസിനെ ബബിൾ ചെയ്യുന്നു. സെൻട്രൽ കമ്പാർട്ട്മെൻറ്റിൽ KOH ആണ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ദെൻ ഓക്സിഡേഷൻ ആനോഡിലും റിഡക്ഷൻ കാഥോഡിലും സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻ ബൈ പ്രോഡക്റ്റ് ഈസ് വാട്ടർ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഫ്യൂവൽ സെല്ലിൻ്റെ 3 അഡ്വാൻറ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫ്യൂവൽ സെല്ലിന് മറ്റുള്ള സെല്ലുകളെ അപേക്ഷിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, 1 പൊല്യൂഷൻ ഫ്രീ ആണ്, പൊല്യൂഷൻ ഫ്രീ. 2 അവൈലബിലിറ്റി ഓഫ് ഹൈഡ്രജൻ ഈസ് വെരി ഹൈ. ഫ്യൂവൽ ഇന്ധനം വളരെ കൂടുതലായിട്ട് അവൈലബിൾ ആണ്, അത് പേടിക്കേണ്ട ആവശ്യമില്ല, തീർന്നു പോകും. നമ്പർ 3, മറ്റ് സെല്ലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി 70% എഫിഷ്യൻസി, ഹൈലി എഫിഷ്യൻ്റ് ആണ് ഫ്യൂവൽ സെൽ. ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ. ഇത്രയും ക്ലിയർ ആയോ? നമ്മുടെ കൽപ്പന ചൗളയൊക്കെ ബഹിരാകാശത്തേക്ക് പോയ വാഹനം അറിയാം. സുനിത വില്യംസ് പോയ കൊളംബിയ, അതുപോലെ കൽപ്പന ചൗള പോയ അപ്പോളോ തുടങ്ങിയ വാഹനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ അപ്പോളോ എന്നുള്ള സ്പേസ് ഷട്ടിലിൽ യൂസ് ചെയ്ത സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. പവർ കാസ്റ്റ് സെല്ലിൽ ആ സ്പേസ് ഷട്ടിലിൽ ഈ സെല്ല് ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കാൻ പറ്റി. ദെൻ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അവർക്ക് വാട്ടറും കിട്ടി. ഓക്കെ, ഫ്യൂവൽ സെല്ല് ക്ലിയർ ആയല്ലോ. നിങ്ങളുടെ പുസ്തകത്തിൽ അപ്പോളോ സ്പേസ് സയൻസ് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക, കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും. ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് ടോപ്പിക് കൊറോഷൻ.
ഓക്കെ, സെക്കൻഡ് കൊറോഷൻ. കൊറോഷൻ. ഓക്കെ, കൊറോഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ലോഹനാശനം എന്നാണ്. മെറ്റലിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. അപ്പോൾ ചില ആൾക്കാരെങ്കിലും ചിന്തിക്കും, സാർ എന്തിനാണ് ഈ ലോഹനാശനം ഇവിടെ പഠിപ്പിക്കുന്നത്? കാര്യം നമ്മളിപ്പോൾ കറണ്ട് ഉണ്ടാക്കുന്ന സെല്ലുകളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, ഇന്നിപ്പോൾ ദാ ഫ്യൂവൽ സെല്ല് പഠിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സാർ ഈ കൊറോഷൻ എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഈ കൊറോഷനിലും ആനോഡും കാഥോഡും ഇലക്ട്രോണിൻ്റെ ഫ്ലോയും ഒക്കെ ഉണ്ട്. പക്ഷെ സംഗതി കറണ്ട് ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ളതല്ല. എങ്ങനെയാണ് കൊറോഷൻ നടക്കുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയ, ലോഹം നശിക്കുന്ന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ മെക്കാനിസം പറയാൻ പോവാണ്. അതിൻ്റെ മെക്കാനിസത്തിൻ്റെ പേര് ഇലക്ട്രോ കെമിക്കൽ തിയറി എന്നാണ്. ഇലക്ട്രോ കെമിക്കൽ എന്ന വാക്ക് വരാൻ കാര്യം, ഞാൻ ഈ മെക്കാനിസം പഠിപ്പിക്കുമ്പോൾ ഇതിനകത്ത് ആനോഡ് വരുന്നുണ്ട്, കാഥോഡ് വരുന്നുണ്ട്, ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ട്. പക്ഷേ ഇതിൽ നിന്ന് കറണ്ടൊന്നും ഉൽപ്പാദിപ്പിക്കത്തില്ല. അതിൻ്റെ മെക്കാനിസം അങ്ങനെ ആയതുകൊണ്ട് നമ്മളിതിനെ ഇലക്ട്രോ കെമിക്കൽ തിയറി എന്ന് വിളിക്കും. ഓക്കെ, കൊറോഷൻ. കൊറോഷൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഗ്രില്ലും ഗേറ്റും അല്ലെങ്കിൽ ഇരുമ്പ് സാധനങ്ങളെല്ലാം തുരുമ്പിക്കുന്ന പ്രക്രിയ, ഇരുമ്പിന് നാശനം സംഭവിക്കുന്ന തുരുമ്പിക്കുന്ന പ്രക്രിയയുടെ ജനറൽ നെയിമാണ് കൊറോഷൻ. അപ്പോൾ ദ ഡിസ്ട്രക്ഷൻ ഓഫ് എ മെറ്റൽ ബൈ ദി ആക്ടിവിറ്റി ഓഫ് സറൗണ്ടിങ് ഏജൻറ്റ്സ്. സറൗണ്ടിങ് ഏജൻറ്റിൻ്റെ ആക്ടിവിറ്റി മൂലം ഒരു മെറ്റലിന് നാശം സംഭവിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് മെറ്റൽ കൊറോഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു മെക്കാനിസത്തിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, അതിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ട് നമ്മൾ പറയുന്ന ഇരുമ്പിൻ്റെ തുരുമ്പിക്കൽ പ്രക്രിയ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റെസ്റ്റിംഗ് ഓഫ് അയൺ. അയൺ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് എങ്ങനെയാണ് തുരുമ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിളുകൾ, കുറേ റിയാക്ഷൻസ് ഉണ്ട്. ആ റിയാക്ഷൻസ് പറയാൻ പോകാം, ശ്രദ്ധിച്ചോ. ഇത് ഒരു ഇരുമ്പ് ഷീറ്റായിരുന്നു എന്ന് സങ്കല്പിക്കുക. ആ ഇരുമ്പ് ഷീറ്റ് നിങ്ങളുടെ വീട്ടിൽ വെളിയിൽ കിടക്കാണ്, നിങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല. അത് മണ്ണിലൊക്കെ കിടന്ന് മണ്ണിനകത്ത് വെള്ളം വന്ന് വീഴുന്നു, മറ്റ് ഇമ്പ്യൂരിറ്റീസ് വന്ന് വീഴുന്നു. അപ്പോൾ ആ മണ്ണിലിങ്ങനെ കിടക്കുന്ന ഒരു ഇരുമ്പാണ്. അപ്പോൾ ആ ഇരുമ്പ് ഷീറ്റിൻ്റെ സർഫസിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ. അപ്പോൾ ആ ഇരുമ്പ് ഷീറ്റിൻ്റെ മുകളിൽ മോയ്സ്ചർ വന്നാൽ, മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പറാണ്, വെള്ളത്തിൻ്റെ അംശം, വാട്ടർ വേപ്പർ H2O വന്നാൽ അത് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളായിട്ട് മാറും. പേര് കാർബോണിക് ആസിഡ്. നമ്മളെല്ലാവരും പൈസ കൊടുത്ത് മേടിച്ച് കുടിക്കുന്ന സോഡ കാർബോണിക് ആസിഡായിട്ട് മാറും. ഓക്കെ, ഇനി ഈ കാർബോണിക് ആസിഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, കാർബോണിക് ആസിഡ് ഒരു ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യും. കിടക്കട്ടെ, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. കാർബോണിക് ആസിഡ് ഇരുമ്പിൻ്റെ പ്രതലത്തിൽ വെച്ച് രണ്ടായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഇതിൽ 2 H+ വെളി വരും, പ്ലസ് CO3 2- ആയിട്ട് മാറും. അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, +1 പഠിച്ചിട്ടുണ്ട്, H+ അയോൺസിനെ റിലീസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. H+ അയോൺസിനെ റിലീസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇദ്ദേഹം H+ റിലീസ് ചെയ്യുമ്പോൾ ഇത് ആസിഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇരുമ്പിൻ്റെ സർഫസിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ വെളിയിൽ കിടക്കുന്ന ഒരു ഇരുമ്പ്, ആ ഇരുമ്പ് മഴയത്തും വെയിലത്തും ഇപ്പോൾ ഈ മഴ സീസണാണ്, അപ്പോൾ ഈ സീസണിൽ അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ വാട്ടർ വേപ്പർ കാണാം. ഓക്കെ, ആ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാവും. ആ കാർബോണിക് ആസിഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് H+ അയോൺസ് റിലീസ് ചെയ്യും. ഈ ഇരുമ്പിൻ്റെ പ്രതലത്തിൽ H+ അയോൺസ് റിലീസ് ചെയ്യും. H+ അയോൺസ് എന്ന് പറഞ്ഞാൽ ആസിഡിനെ സൂചിപ്പിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആസിഡ് കൈ വീണാൽ കൈ പൊള്ളും അല്ലേ? അതുപോലെ H+ അയോൺസ് ഇരുമ്പിൻ്റെ സർഫസിൽ വന്നാൽ എന്താണ് മാറ്റം നടക്കുന്നത് നിങ്ങൾ നോക്കണം. അടുത്ത ഇക്വേഷനിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ ഈ H+ അയോൺസിൻ്റെ പ്രസൻസിൽ നമ്മുടെ ഇരുമ്പിലെ ആ അയൺ ഷീറ്റിലെ ഒരു ഇരുമ്പ് Fe2+ ആയിട്ട് മാറും. Fe2+ + 2 ഇലക്ട്രോൺ, അതായത് ഇലക്ട്രോണിനെ റിലീസ് ചെയ്തു. ആ പ്രോസസ്സിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, സാറേ Fe2+ ആയിട്ട് സ്വമേധയാ മാറുന്നതാണോ? അതെ, സ്വമേധയാണ് മാറുന്നത്. ആരാ മാറ്റുന്നത്? H+ അയോൺസിൻ്റെ പ്രസൻസ് ആണ് മാറ്റുന്നത്. ഓക്കെ, H+ അയോൺസ് എവിടെ നിന്ന് വന്നു? അത് കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ വന്നു. കാർബോണിക് ആസിഡ് എവിടെ നിന്ന് വന്നു? അത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും തമ്മിൽ കമ്പൈൻ ചെയ്തപ്പോൾ വന്നു. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്, നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ വാട്ടർ വേപ്പർ ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇരുമ്പിനകത്തൊക്കെ എപ്പോഴും വെള്ളം വീണാൽ ആ വെള്ളം തുടച്ച് വെച്ചിട്ട് മാറ്റിപ്പോൾ നമ്മൾ കറിയായി ഇരുമ്പെന്ന് പറയും. ഫിഷൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഇരുമ്പൊന്ന് കഴുകി ഒന്ന് മാറ്റി വെച്ചാൽ, പണ്ടുള്ള വീടുകളിൽ ചെന്നാൽ, അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ തറവാടുകളിൽ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം,
മെജോറിറ്റി ഓഫ് പഴയ ആൾക്കാരെല്ലാം ഈ ഇരുമ്പും അതുപോലെ നമ്മൾ തേങ്ങയൊക്കെ പൊതിക്കാൻ വേണ്ടി കൊടുവാളം എന്ന് പറയും. അപ്പോൾ കൊടുവാളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിറകടുപ്പിൻ്റെ കരയിലാണ് കൊണ്ടുവയ്ക്കുന്നത്. വിറകടുപ്പിൻ്റെ കരയിൽ വിറക് കത്തിക്കുന്ന അടുപ്പിൻ്റെ സൈഡിൽ കൊണ്ടുവയ്ക്കും. എന്താ അങ്ങനെ വെക്കാൻ കാര്യം? വിറകടുപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പണ്ടുള്ള വീടുകളിൽ 8, 9, 10 ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവിടെ രാവിലെ 7 മണിക്ക് പാചകം തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 12:30 വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പാചകം ചെയ്യും. അപ്പോൾ വിറകടുപ്പിൻ്റെ പ്രദേശം ആ ഒരു ഏരിയ നല്ല ചൂടുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ അഥവാ ഈ ഇരുമ്പിൻ്റെ ആർട്ടിക്കിളിൽ എന്തെങ്കിലും വെള്ളവും വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ ആ ചൂട് കാരണം അതെല്ലാം വേപ്പറായിപ്പോകും. ആ അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പർ ഒന്നും കാണത്തില്ല, ഡ്രൈ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ ഡ്രൈ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ എന്തില്ല? വാട്ടർ വേപ്പർ ഇല്ല. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കാർബോണിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. വാട്ടർ വേപ്പർ ഉണ്ടെങ്കിലേ കാർബോണിക് ആസിഡായിട്ട് മാറും. അപ്പോൾ ഈ വാട്ടർ വേപ്പർ വരാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാർബോണിക് ആസിഡ് ഉണ്ടാകാതെ നോക്കാം. അതിൽ നിന്ന് പിന്നെ H+ion റിലീസ് ചെയ്യത്തില്ല. അപ്പോൾ Fe എന്ന് പറയുന്ന അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ്. Fe2+ എന്ന് പറയുന്ന അയോണിക് സ്റ്റേറ്റിലേക്ക് മാറിപ്പോകത്തില്ല. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് വരും. അപ്പോൾ ഈ റിയാക്ഷൻ മനസ്സിലായോ? Fe2+ + 2 ഇലക്ട്രോണായിട്ട് മാറിയ റിയാക്ഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ റിയാക്ഷൻ നടന്നത് ഇരുമ്പിൻ്റെ ഈ പോയിന്റിലാണ്. ഇവിടെയാണ് ഈ റിയാക്ഷൻ നടന്നതെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലത്ത് നടക്കുന്ന റിയാക്ഷനാണ് ഈ പറയാൻ പോകുന്നത്. ആ റിയാക്ഷൻ നോക്കണം. O2 + 4H+ + 4 ഇലക്ട്രോൺ gives 2H2. ഓക്കെ, അപ്പോൾ ചോദിക്കും, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? കണ്ടില്ലല്ലോ, ഈ സംഭവം എവിടെ നിന്ന് വന്നതല്ലേ? ഓക്സിജൻ ഇരുമ്പിൻ്റെ പ്രതലത്തിൽ അന്തരീക്ഷ വായുവിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 4H+ എവിടെ നിന്ന് വന്നു? ഒരു H2CO3 ഡിസോസിയേറ്റ് ചെയ്താൽ 2 H+ കിട്ടും. അപ്പോൾ ഇത് 2 H2CO3 ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 4H+ കിട്ടിയത്. അതാണ് 4H+. ഇനി ഒരു Fe2+ ആയിട്ട് മാറിയപ്പോൾ 2 ഇലക്ട്രോൺ. അപ്പോൾ ഇത് 2 മോൾ ഓഫ് Fe ഉണ്ടായിരുന്നെങ്കിൽ അത് 2 മോൾ ഓഫ് Fe2+ ആയിട്ട് മാറും. അത് 4 ഇലക്ട്രോൺ ആയിട്ട് മാറും. അപ്പോൾ എല്ലാം ഇവിടെ ഉള്ള ആൾക്കാരാണ്. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കും. കണ്ടോ? അപ്പോൾ ഈ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിയറിയെ ഇലക്ട്രോ കെമിക്കൽ തിയറി എന്നാണ് വിളിക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ തിയറി. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡും കാഥോഡും ഉണ്ട്. അതായത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കും. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ തിയറി എന്നുള്ള വേർഡ് ഉപയോഗിക്കാൻ കാര്യം ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അതാണ് ആ തിയറിയുടെ പേര്. അങ്ങനെ ആവും. ഇത് രണ്ടും ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ് നടക്കുന്ന റിയാക്ഷൻ നോക്കാം. ഈ Fe2+, അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കൂട്ടി നമുക്ക് റിയാക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഓവറോൾ റിയാക്ഷൻ ആക്കാം. 2Fe2+ 4 ഇലക്ട്രോൺ ആക്കി മാറ്റാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഓവറോൾ റിയാക്ഷൻ എഴുതാം, കൂട്ടി എഴുതാം. പറഞ്ഞേ, 2Fe + O2 + 4H++ 4 ഇലക്ട്രോൺ ഗീവ്സ് 2Fe2+ + 4 ഇലക്ട്രോൺ + 2H2. അപ്പോൾ 4 ഇലക്ട്രോണും ക്യാൻസൽ ആയി ബാക്കിയുള്ള ആൾക്കാർ വരും. ഓക്കെ, അത് വേണമെന്നുണ്ടെങ്കിൽ എഴുതിയാൽ മതി, എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ റിയാക്ഷൻ എഴുതാം. ഇനി 2 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട്, നോക്കിക്കോണം. ഓക്കെ, അപ്പോൾ നമ്മുടെ Fe എന്ന് പറയുന്നതാണ് ഈ റൗണ്ടിൽ കിടക്കുന്ന Fe. ഇപ്പോൾ Fe2+ ആയിട്ട് മാറി നിൽക്കുകയാണ്. കണ്ടോ? ഇനി ഈ പുള്ളി എന്തൊക്കെ റിയാക്ഷനിൽ പങ്കെടുക്കുമെന്ന് നോക്കണം. Fe2+ ചെയ്യുന്ന കാര്യം 4Fe2+, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4Fe2+ + O2. ആ Fe2+ ആ ഇരുമ്പിൻ്റെ സർഫസിലുള്ള O2 ആയിട്ട് റിയാക്ട് ചെയ്യും. in presence of 4H2 gives 2Fe2O3. 2Fe2O3 + 8H+. Fe2O3 ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ നോക്കി, Fe എന്ന് പറയുന്ന ഇരുമ്പായിട്ടിരുന്ന ഒരാളാണ്. Fe എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ഇരുമ്പായിട്ടിരുന്ന ഒരാളാണ്. ആ ഇരുമ്പായിട്ടിരുന്ന ആൾ Fe2+ അയോൺസ് ആയിട്ട് മാറി. ആ Fe2+ അയോൺസ് ആയിട്ട് മാറി അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ Fe2O3 ആയിട്ട് മാറി. ഓക്കെ, തീർന്നില്ല, ഒരു സ്റ്റെപ്പുണ്ട്. Fe2O3 എത്രയെങ്കിലും ആണ് എക്സ് കൊടുത്തേക്കുന്നത്, എനി എമൗണ്ട് ഓഫ് വാട്ടർ, എത്രയെങ്കിലും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് Fe2O3.XH2 ആയിട്ട് മാറും. അപ്പോൾ ഈ എഴുതിയേക്കുന്ന ആളുടെ പേരാണ് റസ്റ്റ്, തുരുമ്പ്. ഇയാളുടെ പേരാണ് റസ്റ്റ്. പേരെങ്ങനെ വായിക്കുന്നത്? വെള്ളം ആഡ് ചെയ്തേക്കുന്നുണ്ട്, ഹൈഡ്രേറ്റഡ്. ബാക്കി വായിക്കുന്നത് ഫെറിക് ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇരുമ്പ്
തുരുമ്പിക്കുന്നതെന്നുള്ള പ്രക്രിയ മനസ്സിലായല്ലോ. ഓക്കെ, ഇരുമ്പ് എങ്ങനെയാണ് തുരുമ്പിക്കുന്ന പ്രക്രിയ മനസ്സിലായി. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് റസ്റ്റിംഗ്, റസ്റ്റിങ്ങിൻ്റെ ഇലക്ട്രോ കെമിക്കൽ തിയറിയുടെ മെക്കാനിസം ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. വാട്ടർ വേപ്പർ കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്യുന്നു, കാർബോണിക് ആസിഡായിട്ട് മാറുന്നു അയണിൻ്റെ സർഫസിൽ. അതേ സർഫസിൽ വെച്ച് കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് H+ അയോൺസ് റിലീസ് ചെയ്യുന്നു. H+ അയോൺസ് റിലീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് Fe എന്ന് പറയുന്ന ഇരുമ്പിൻ്റെ ആറ്റം Fe2+ ആയിട്ട് മാറുന്നു. ആ Fe2+ എന്ന് പറയുന്നതാണ് വീണ്ടും വാട്ടറുമായിട്ടും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് Fe2O3 എന്ന കോമ്പൗണ്ടായിട്ട് മാറുന്നു. ആ Fe2O3 ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്ന ആ കോമ്പൗണ്ട് വാട്ടർ മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്ത് റെസ്റ്റായിട്ട് മാറും. അപ്പോൾ ഇത് ചിന്തിക്കേണ്ടത് Fe2O3 H2O ആണ് റെസ്റ്റ്. ഇതുണ്ടാകാൻ കാരണം Fe2O3 ഉണ്ടായതാണ്. Fe2O3 ഉണ്ടാകാനുള്ള കാരണം Fe2+ ആണ്. Fe2+ ഉണ്ടാകാനുള്ള കാരണം Fe ആണ്. Fe ഇങ്ങനെ മാറാനുള്ള കാരണം H+ൻ്റെ പ്രസൻസ് ആണ്. H+ വരാനുള്ള കാരണം ആസിഡാണ്. ആസിഡ് ഉണ്ടാകാനുള്ള കാരണം വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നാണ്. അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് വെള്ളത്തെയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസ് കൺട്രോൾ ചെയ്താൽ ഈ സ്റ്റെപ്പ് ഇത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. റെസ്റ്റ് ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ റെസ്റ്റിൻ്റെ ഫാക്ടേഴ്സും റെസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയും അതുപോലെ ഹൈഡ്രജൻ എക്കണോമിയെക്കുറിച്ചും പിന്നെ നിക്കൽ കാഡ്മിയം സെല്ലിനെ കുറിച്ച് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം പറയാം. അപ്പോൾ ഇന്നത്തെ ഫ്യൂവൽ സെല്ലും അതുപോലെ ഈ ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് റസ്റ്റിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്, റസ്റ്റ് ഫോർമേഷൻ, ഇരുമ്പിൻ്റെ തുരുമ്പിക്കൽ പ്രക്രിയ റസ്റ്റ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു തിയറിയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ ഇരുമ്പ് തുരുമ്പിക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഏതൊക്കെ മാർഗ്ഗങ്ങളാണെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ വരാവൂ. വാട്ടറിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് പരമാവധി ഇരുമ്പ് തുരുമ്പിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.